ഇല്ല, ഷംനയില്ല. ഷിത ജഗത്ത് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഷിത, നേരത്തെ ഷിത സൂചിപ്പിച്ചു വന്ന കാര്യം, ഇതിലന്ന് ഈ ജ്യോതി ബാബുവിനെയും കെ കൃഷ്ണനെയും വിചാരണ കോടതി വെറുതെ വിടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എന്തൊക്കെ അനുകൂലമായ ഘടകങ്ങളായിരുന്നു അന്ന് ഒരാശ്വാസത്തിന് അവർ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്? അതിപ്പോൾ ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? സൈഫുദ്ദീൻ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും പി മോഹനെയും അന്നത്തെ വിധിപ്പകർപ്പിലുള്ളത് ഈ മൂന്ന് പേരെയും ഒന്നിച്ചുള്ള ഒരു ഇവരെ കുറ്റവിമുക്തരാക്കുന്നത് ഒന്നിച്ചുള്ള ഒരു കാര്യമായിട്ടാണ് ഈ വിധിപ്പകർപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല. 120B IPC ആൻഡ് അണ്ടർ സെക്ഷൻ 302 ആ കുറ്റങ്ങളായിരുന്നു, അതായത് ഗൂഢാലോചന, കൊലക്കുറ്റം എന്നിവയായിരുന്നു ചുമത്തിയിരുന്നത്. ഇത് ഇവർക്കെതിരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിൽ പ്രധാനമായും അന്ന് പറഞ്ഞിരുന്നത് ഈ കെ കൃഷ്ണനെതിരെയുള്ള പരാതി അല്ലെങ്കിൽ കെ കൃഷ്ണനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുൻപ് TP കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു പൊതുയോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി എന്നുള്ളതായിരുന്നു. അതായത് TPയുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് കെ കൃഷ്ണൻ പ്രസംഗിച്ചു എന്നുള്ളതായിരുന്നു അതിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നതും. ഒപ്പം തന്നെ ആ പ്രസംഗം ഉൾപ്പെടെയുള്ളവയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. എന്നാൽ ഇതിൽ ഈ പ്രസംഗമല്ലാതെ മറ്റൊരു തെളിവുമില്ല എന്നുള്ളൊരു വാദമായിരുന്നു അന്നുണ്ടായിരുന്ന പ്രതിഭാഗത്തിന് വേണ്ടി ഉള്ളവർ നയിച്ചിരുന്നത്. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വിചാരണ കോടതി കെ കൃഷ്ണനെയും ഒപ്പം തന്നെ ജ്യോതി ബാബുവിനെയും പി മോഹനെയും ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടുന്നത്. പി മോഹനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തി, TP ചന്ദ്രശേഖരനെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കേസിൽ പി മോഹൻ അനുകൂലമായി ഒരു പക്ഷേ വരാവുന്നത് എന്ന് പറയുന്നത് ആ സമയത്ത് പി മോഹൻ ആ പൂക്കടയിൽ ഉണ്ടായിരുന്നില്ല. ആ ഗൂഢാലോചന പറയുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന സമയത്ത് പി മോഹൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് ചില ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടെ ആ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ കോടതി വിധിയിൽ കൂടെ പി മോഹനൻ കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അത് കോടതി കൂടെ ഹൈക്കോടതി കൂടെ അംഗീകരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്നിരുന്നാൽ പോലും CPMന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കെ കൃഷ്ണൻ. ജ്യോതി ബാബു ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഈ പ്രതിപട്ടികയിലേക്ക് വീണ്ടും വരികയാണെന്ന് പറയുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അവർക്കെതിരെയുള്ള ഒരു ആരോപണത്തെ വീണ്ടും മുന ചേർക്കുന്നു എന്ന് തന്നെ വേണം നമുക്കതിൽ പറയാൻ. ഈ കേസ് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ TP ചന്ദ്രശേഖരനെ വധിക്കുന്നതിൽ ഉന്നതതല ഗൂഢാലോചന നടത്തി എന്നിട്ടുള്ളതായിരുന്നു കേസ്. അത് ഇപ്പോൾ തന്നെ KK രമ ഉൾപ്പെടെയുള്ളവർ, കുമാരൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട് ഉന്നതതല ഗൂഢാലോചന നടന്നു എന്നിട്ടുള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലോട്ട് ഒരു അന്വേഷണം പോയിട്ടില്ല എന്നുള്ളൊരു ആരോപണം RMP നേതാക്കളും KK രമ ഉൾപ്പെടെയുള്ളവർ അന്നു മുതലേ ഉന്നയിക്കുന്നതാണ്. പിന്നീട് ഈ വിധി വന്ന സമയത്തും അവർ ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിധി വരുന്നത്. KK കൃഷ്ണനും CPM നേതാക്കളായ KK കൃഷ്ണൻ ഇപ്പോഴും CPMന്റെ ബ്രാഞ്ച് അംഗമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ജ്യോതി ബാബു ഉൾപ്പെടെയുള്ളവർ കൂടെ ഈ പ്രതിപട്ടികയിലേക്ക് വീണ്ടും വരികയാണ്. സൈഫ്, ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും പിഴ തുക കൂട്ടുന്ന കാര്യത്തിലും ഹൈക്കോടതി 26-ന് വാദം കേൾക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും പ്രതിപട്ടികയിലേക്ക് ചേർത്തിട്ടുള്ള ജ്യോതി ബാബുവിനും KK കൃഷ്ണനുമുള്ള ശിക്ഷാവിധിയുടെ കാര്യത്തിലും അന്ന് ഹൈക്കോടതി 26-ന് വാദം കേൾക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തേതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിൽ 26 എന്നുള്ള തീയതി നിർണായകമാണ്. കാരണം നിലവിലുള്ള പ്രതികളുടെ ശിക്ഷാവിധി ശരിവെച്ച ഹൈക്കോടതി ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മർഡറുകൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്ന് മുൻകൂട്ടി എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൂടി 26-ന് തീരുമാനമെടുക്കുന്നു എന്നുള്ളതും കൂടി കാണണം. ഒപ്പം തന്നെ പിഴ തുക കൂട്ടുന്ന കാര്യത്തിലും അന്നേ ദിവസം ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കുകയാണ്. ഷംന അശോക് തുടരുന്നുണ്ട്. ഷംന, 26 എന്നുള്ള തീയതിയും ഇതേപോലെ ഇന്നത്തെ പോലെ തന്നെ നിർണായകമായ ഒരു ദിനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള വിധിയൊപ്പം ഈ ജ്യോതി ബാബുവിനും KK കൃഷ്ണനുമുള്ള ശിക്ഷ എന്താണെന്നുള്ള കാര്യത്തിലും അന്നേ ദിവസം അതിലൊരു ഉത്തരവ് വരാൻ സാധ്യതയുണ്ടോ, അതോ അന്ന് വാദം കേൾക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ? എന്താണ് മനസ്സിലാക്കുന്നത്? സൈഫ്, കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് ഈ കേസിൽ, ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികളാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. ഇവർക്കെതിരെ നിലവിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല. പക്ഷേ ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തുന്നതിൽ കോടതി ഈ ഫെബ്രുവരി 26-ാം തീയതി വാദം കേൾക്കും. ഒപ്പം തന്നെ KK രമയുടെയും സർക്കാരിന്റെയും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷ ഉയർത്തുക. അത് ആ കാര്യത്തിൽ വിശദമായ വാദം അന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടി ഇനി ഏതൊക്കെ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി
ചുമത്താൻ കഴിയും, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാൽ ഉയർന്ന ശിക്ഷ നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ കൂടി കോടതി ഈ ഫെബ്രുവരി 26-ന് തീരുമാനമെടുക്കും. അതായത് KK രമയ്ക്കും സർക്കാരിനും അനുകൂലമായ വിധി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്ന കാര്യം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായി അത് അംഗീകരിക്കപ്പെടുകയാണ് ഹൈക്കോടതിയിൽ. അതായത് പ്രതികളുടെ 1 മുതൽ 11 വരെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ എന്ത് ശിക്ഷ നൽകാൻ കഴിയും എന്നുള്ളത് കോടതി വിശദമായി തന്നെ പരിശോധിക്കും. അതുകൊണ്ട് ഈ പ്രതികളെ മുഴുവൻ, ഈ കുഞ്ഞനന്ദൻ മാത്രമാണ് ഇപ്പോൾ ഈ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടതിൽ ജീവിച്ചിരിപ്പില്ലാത്തത്. അദ്ദേഹം 2020-ൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് ജയിൽ സൂപ്രണ്ടന്മാർക്ക് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, തവനൂർ ജയിൽ സൂപ്രണ്ടന്മാർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അതിൽ വിശദമായ വാദം കൂടി കേൾക്കും. ഏതായാലും 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് 120B സെക്ഷൻ, അതായത് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയാൽ അവരുടെ ശിക്ഷ സ്വാഭാവികമായും വർദ്ധിക്കും. അതുകൊണ്ട് അക്കാര്യം ചുമത്തുന്നതിൽ കോടതി കൃത്യമായി തന്നെ അന്ന് തീരുമാനമെടുക്കും. ബാക്കി എത്ര വരെ ശിക്ഷ പോകാം എന്നുള്ള കാര്യത്തിൽ കോടതി വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. മറ്റ് 2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും. ഈ 2 പേർക്കും അവരുടെ ശിക്ഷ കോടതി തീരുമാനിക്കും. 120B പ്രകാരമാണെങ്കിൽ കൂടി ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ പ്രതികൾക്ക് ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും കോടതിക്കകത്ത് ചില വൈകാരിക രംഗങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. KK രമ വിധി കേട്ടപാടെ സന്തോഷത്തോടെ കണ്ണീരണിഞ്ഞു എന്നുള്ളതെല്ലാം അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് പുറത്തു വന്ന് KK രമ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഏതായാലും വളരെ വൈകാരികമായ രംഗങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി അംഗീകരിച്ചു എന്ന് വേണം ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ. വെറുതെ വിട്ട 24 പ്രതികളിൽ 2 പ്രതികളുടെ വെറുതെ വിട്ട തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുകയാണ്. അവർക്ക് ഗൂഢാലോചന കുറ്റം ചുമത്തുകയാണ്. അവർക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതിൽ കോടതി 26-ാം തീയതി വാദം കേൾക്കും. ഒപ്പം തന്നെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്ന കാര്യത്തിൽ കൂടി കോടതി വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. വധശിക്ഷ നൽകണം എന്നുള്ളതാണ് KK രമ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഏതൊക്കെ വകുപ്പ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലായിരിക്കും കൃത്യമായി ഹൈക്കോടതിയിൽ വാദം നടക്കുക. ഏതായാലും വിശദമായ വാദം ഹൈക്കോടതിയിൽ അക്കാര്യത്തിൽ നടക്കും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം ജയിൽ സൂപ്രണ്ടുമാർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2014-ലാണ് വിചാരണ കോടതി ഈ കേസിൽ ഉത്തരവ് പ്രഖ്യാപിക്കുന്നതെങ്കിലും അതിനുശേഷം 2015-ൽ തന്നെ തങ്ങളുടെ ശിക്ഷ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പലതരത്തിലുള്ള സങ്കീർണതകളും ആ കേസിൽ ഉണ്ടായിരുന്നു. ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച ആൾ തന്നെ പിന്നീട് ആ കേസിൽ ആദ്യ ഭാഗത്ത് വാദം കേട്ടതിന് ശേഷം അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം CPM-ൽ ചേരുകയുണ്ടായി. പിന്നീട് പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടെത്തി. KK രമ തന്നെ സർക്കാരിനോട് ഒരു ഘട്ടത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ കേസിന്റെ ഭാഗമാക്കണമെന്ന് KK രമ സർക്കാരിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ആ നിയമ പോരാട്ടം കൂടുതൽ സങ്കീർണതയിലേക്ക് കടക്കുകയും ഈ കഴിഞ്ഞ വർഷം അവസാനം തൊട്ട് ഈ കേസിൽ വിശദമായ വാദം കോടതി കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും KK രമയ്ക്കും സർക്കാരിനും അനുകൂലമായ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. വെറുതെ വിട്ട 24 പ്രതികളിൽ 2 പേരെ വെറുതെ വിട്ട തീരുമാനം കോടതി റദ്ദാക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ശിക്ഷിച്ചിരിക്കുന്ന പ്രതികൾക്ക് ഉയർന്ന ശിക്ഷ നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. അതിനുവേണ്ടി പ്രതികളെ 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും കൗസർ എടപ്പകത്തും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നത്.